ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ലൊരു ദിവസം ഈശോയുടെ നാമത്തിൽ നേരുകയാണ്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 5-ാം തിരുവചനം. അവൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 7 എന്നവർ മറുപടി പറഞ്ഞു. ഈശോയുടെ പ്രസംഗം കേട്ടുകൊണ്ട് ഇങ്ങനെ ധാരാളം ആളുകൾ തിങ്ങിക്കൂടിയാണ്. അവർക്കൊക്കെ വിശക്കുന്നതായിട്ട് ഈശോയ്ക്ക് തോന്നി. ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി. കാരണം ഒത്തിരി സമയമായിട്ടോ ഇരിക്കുക. അവരോട് അനുകമ്പ തോന്നിയ ഈശോ അവർക്കൊരു ഉത്തരം നൽകണമെന്ന് കരുതി തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? പ്രിയ സഹോദര സഹോദരി, സങ്കടപ്പെടുന്നവരും നീറുന്നവരും മനസ്സുമടുത്തുന്നവരും ദാഹിക്കുന്നവരും വിശക്കുന്നവരൊക്കെ ആയിട്ട് ഒരുപിടി ആളുകൾ ഈ ലോകത്തിൽ കാണപ്പെടുമ്പോൾ ഈശോയ്ക്ക് അവരോട് തോന്നുക അനുകമ്പയാണ്. അനുകമ്പ തോന്നുന്ന ഈശോ അവർക്ക് ഉത്തരം കൊടുക്കുവാനായിട്ട് നിന്നോട് ചോദിക്കുക, നിന്റെ പക്കൽ എന്തുണ്ട്? നീ ഉത്തരം കൊടുക്കണ്ടേ? നിന്റെ ചുറ്റുപാടുമുള്ള ഇന്ന വ്യക്തി കരയുന്നു, ഇന്ന വ്യക്തി സങ്കടപ്പെട്ടിരിക്കുന്നു, ഇന്ന വ്യക്തി ഇങ്ങനെ രോഗിയായിട്ടിരിക്കുക, നിന്റെ പക്കൽ എന്നാ ഉള്ളത്? അതിനുള്ള ഉത്തരമാ നീ എന്നാ ഈശോ പറയുക. എവിടെ സങ്കടമുണ്ടോ നിന്റെ അടുത്താണോ സങ്കടം, നീയാണ് അതിന് ഉത്തരം. എവിടെ ക്ലേശമുണ്ടോ അത് നീ അതിന് അടുത്തുണ്ടോ, നീയാണ് അതിന് ഉത്തരം. നിനക്ക് എന്നാ ചെയ്യാൻ പറ്റിയ? ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണേ, എൻ്റെ ചുറ്റുമുള്ളവരുടെ സങ്കടങ്ങൾക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കെങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ അനുകമ്പ കൊണ്ടുവന്ന് എത്തിക്കാനാണ് സാധിക്കും? അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ ക്രിസ്തുവിൻ്റെ വഴിയിലാണ്. നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നീ ചൊരിഞ്ഞ അനുകമ്പ അത് ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. എല്ലാ സങ്കടങ്ങൾക്കും ചുറ്റുപാടുകളുടെ എല്ലാ സങ്കടങ്ങൾക്കും ഈശോയുടെ ഉത്തരമാണ് നീ എന്ന ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് ഈ വ്യക്തിയെ സഹായിക്കണമേ. നിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാറ്റിനും, നീ എൻ്റെ സർവ്വം.